ഫൈനൽ ആർഗ്യുമെന്റിലേക്ക് വീണ്ടും വീണയ്ക്ക് സമൻസ് അയച്ച് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് ഇ.ഡി. പിണറായിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിനെ രാഷ്ട്രീയമായും കയ്യൂക്കിലൂടെയും നേരിട്ട CPM പക്ഷേ ഇനി വീണയുടെ കാര്യത്തിൽ അത്തരം പ്രതിരോധങ്ങൾക്കില്ല എന്ന സൂചനയാണ് നൽകുന്നത്. വീണയുടെ കേസ് വീണ തന്നെ നിയമപരമായി നേരിടും എന്ന പ്രതികരണമാണ് രാജ്യസഭാ MP കൂടിയായ ജോൺ ബ്രിട്ടാസ് അടക്കം സ്വീകരിച്ചിരിക്കുന്നത്. നിഷാദ്, വീണയുടെ തടി വീണ തന്നെ കാക്കട്ടെ എന്ന ബോധ്യവും എങ്ങനെയാണ് ഉണ്ടായത്? അല്ല, ഇതിനകത്തൊരു കാര്യമുണ്ട്. അതായത് വീണയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ്. ED ആസ്ഥാനത്ത് അവർ ചെല്ലുകയല്ല വേണ്ടത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ CPM അവിടെ പോയിട്ട് സാങ്കേതികമായ പ്രശ്നമുണ്ട്. അവിടെ പോയിട്ട് വീണയ്ക്ക് വേണ്ടി സമരം ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിണറായി വിജയൻ്റെ വീട്ടിലാണെങ്കിൽ അത് പിണറായി വിജയനെ വേട്ടയാനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന നിലയ്ക്കുള്ള പ്രതിരോധിക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തെ സംഗതി, പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്നിട്ട് ED വിഷയത്തിലെടുത്ത സമരം കുറച്ച് കടന്നു പോവുകയും അത് സമ്മിശ്രമായ പ്രതികരണം സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു. ആ സമരം കുറച്ച് വൈകാരികമായി പോവുകയും സംഘർഷത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുകയും പോലീസ് കേസെടുക്കുകയും കോൺഗ്രസ് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിലയുണ്ടായല്ലോ. കാരണം ആ സംഘർഷം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചു കോൺഗ്രസിനെയും UDF സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കാമായിരുന്നു. ഇതിപ്പോൾ എന്ത് ചോദിച്ചാലും VD സതീശൻ ആദ്യം പറഞ്ഞത് പൊളിറ്റിക്കൽ പൊസിഷൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അത് ഈ സർക്കാരുള്ളപ്പോൾ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അതിലേക്ക് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ട്. സോ സ്ട്രാറ്റജിക് ബ്ലണ്ടർ എന്ന് പറയുന്ന സംഗതി അവിടെ സംഭവിച്ചിട്ടുണ്ട്. മറ്റേത് വീണയെ ആസ്ഥാനത്തേക്ക് വിളിപ്പിക്കുമ്പോൾ അവിടെ പോയി സമരം ചെയ്യാനും പറ്റില്ല. മൂന്നാമത്തത് പ്രധാനപ്പെട്ട സംഗതി, വീണയുടെ പേരിലുണ്ടായിരിക്കുന്ന സംഗതികളെ വീണ തന്നെയും കൈകാര്യം ചെയ്യട്ടെ എന്നതാണ് പാർട്ടിക്കാരായിട്ടുള്ള നല്ല വിഭാഗം ആളുകളുടെയും പാർട്ടി അനുഭാവികളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ നിലപാട്. എന്ന് വെച്ചാൽ ഈ കേസ് EDക്ക് സവിശേഷ താല്പര്യമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളപ്പോൾ തന്നെ ഈ കേസ് വീണയുടെ കേസിൽ ചില ക്ലാരിറ്റി വരാനുണ്ടല്ലോ എന്ന് വിശ്വസിക്കുന്നവരാണ് ലെഫ്റ്റിൻ്റെ സപ്പോർട്ടേഴ്സ്. ഞാൻ പറഞ്ഞു, കോർ പാർട്ടിക്കാർ മാത്രം വന്ന് സമരം ചെയ്യുന്നതുകൊണ്ട് പാർട്ടി ആകെ ഉണർന്നു, പാർട്ടി ആകെ തിരിച്ചു വന്നിരിക്കുന്നു, പാർട്ടിയുടെ പിന്തുണക്കാരെ എല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കാൻ പാടില്ല. ലെഫ്റ്റിനെ ഇത്തവണ പെടുത്തിയ ഘടകങ്ങൾ പരിശോധിച്ചാൽ അത് ലെഫ്റ്റിൻ്റെ സപ്പോർട്ടേഴ്സ് കൂടി തിരിച്ചു വോട്ട് ചെയ്തിട്ടില്ല. അവരുടെ സംശയത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ 1,72,00,000 അന്യായമായി കിട്ടിയതാണെന്നുള്ള ആശയക്കുഴപ്പം അവർക്കുണ്ട്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കെ അതിനകത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനകത്ത് കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി ഇറങ്ങാനും അവർക്ക് വേണ്ടി കുറിപ്പിറക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ബാക്ക്ഫയർ ചെയ്യും, കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകും, വിരുദ്ധ ഫലം ഉണ്ടാക്കുമെന്ന് സീരിയസ്ലി CPM മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരെ അവരുടെ വഴിക്ക് വിടുന്നതാണ് ഇപ്പോൾ നമ്മൾ ഡാമേജ് കൺട്രോൾ പ്രശ്നം, അത് നിലവിലുണ്ടായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ അതുകൊണ്ടും അവരുടെ വഴിക്ക് വിടുന്നതാണ് ബുദ്ധി. അത് ബിനീഷ് കോടിയേരിയെ വിട്ടതുപോലെ ബിനീഷ് കോടിയേരിയുടെ എപ്പിസോഡൊക്കെ വീണ്ടും ഇവിടെ റീഫ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. സോ എനിക്ക് തോന്നുന്നു CPM അതിനെ ശരിയാവണ്ണം മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കാൻ നിലവിളിക്കാണ് മികച്ച തീരുമാനം എന്ന് ഞാൻ പറയും. അതിൽ തൊടാതിരിക്കുക. അതിപ്പം ED പിണറായി വിജയൻ്റെ വീട്ടിൽ വരുന്നതിന് ഇതിനെല്ലാം പിണറായി വിജയനെ കണക്ട് ചെയ്യാനുള്ള ഉദ്ദേശമൊക്കെ EDക്ക് കാണും. പക്ഷേ വീണയുടെ കാര്യത്തിൽ വീണ ഒരു ക്ലാരിറ്റി വരുത്താത്രത്തോളം കാലം വീണ എന്ത് സർവീസ് കൊടുത്തു, വീണയ്ക്കുള്ള AMC എന്തായിരുന്നു, അതിൻ്റെ വിശദാംശങ്ങൾ വരുത്താൻ വീണ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ വീണയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പാർട്ടിക്കും ബാധ്യതയില്ല. കാരണം പാർട്ടി ഇവിടെ മഴയത്ത് നനയാണ്, വെയിലത്ത് കൊണ്ട് ഉരുകുകയാണ്. വീണയാവട്ടെ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശവും പുറത്തു വിടുന്നില്ല. എന്നാൽ വീണ അത് വിശദീകരിക്കട്ടെ എന്ന് വീണയുടെ അച്ഛനും തീരുമാനിക്കുന്നില്ലല്ലോ. ആ നിലയ്ക്ക് പാർട്ടിയും മാറി നിൽക്കുകയാണുള്ളത്. വീണയ്ക്ക് ഇനി വീണയുടെ ഉത്തരവാദിത്തം അവരുടെ വഴിക്ക് വിടുന്നതാണ് CPMനെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം. അത് എടുക്കാൻ പോകുന്നിടത്തോളം കാലം അത് ഉണ്ടാക്കാൻ പോകുന്ന ബാധ്യത ചെറുതായിരിക്കില്ല. അന്യായമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഒരു ശരിയല്ലാത്ത ഒരു കണ്ണി സൃഷ്ടിച്ച് പിണറായി വിജയനിലേക്ക് പ്രവേശിച്ച് പിണറായി വിജയനെ അകത്തിടുമെന്ന് ED തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിഷേധവും കൊണ്ടുവന്നാൽ അത് ജനങ്ങൾ വാല്യൂ ചെയ്യും, മറ്റേത് ജനങ്ങൾ എടുക്കില്ല. സോ അത് CPMന് മനസ്സിലാവുന്നു. ഞാൻ പോസിറ്റീവായി കാണുന്ന പല ഘടകങ്ങളുണ്ട്. ഒന്ന്, CPM അവരുടെ തെറ്റുകൾ തിരിച്ചറിയുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ വിഷയത്തിൽ നമ്മൾ പൊസിഷൻ എടുത്തത് തെറ്റായി പോയി എന്ന് ആ പാർട്ടി സമ്മതിക്കുന്നു. യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുന്നു. ഞങ്ങളുടെ മാധ്യമങ്ങൾക്ക് ഞങ്ങൾക്കെതിരായി ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിപ്പോയി, അത് സമ്മതിക്കുന്നു. ജനബന്ധം പലയിടത്തും നഷ്ടപ്പെട്ടു, സമ്മതിക്കുന്നു. താഴെത്തട്ടിൽ പാർട്ടിക്ക് പ്രശ്നമുണ്ടായി, സമ്മതിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വീണ തൈക്കണ്ടിയുടെ കാര്യത്തിൽ പാർട്ടി ആകമാനം ഇറങ്ങേണ്ടതില്ല എന്നും തീരുമാനിക്കുന്നു. നല്ല കാര്യമാണ്. അങ്ങനെ പല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ 5 വർഷക്കാലം എന്തൊക്കെ കാര്യങ്ങൾ ഡാമേജ് ഉണ്ടാക്കി അതിൽ നിന്ന് തിരിച്ചു നടക്കാൻ ആ പാർട്ടി തീരുമാനിക്കുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് ശുഭകരമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. വീണ അതിനകത്ത് ഫൈറ്റ് ചെയ്യട്ടെ. അത് രാഷ്ട്രീയ വേട്ടയുടെ തനിസ്വരൂപം പച്ചയ്ക്ക് കാണിക്കുന്ന സന്ദർഭത്തിൽ CPM ഇറങ്ങട്ടെ. അതുവരെ CPM വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയും. സാജു, ഈ തിരുത്തൽ പ്രോസസ്സിന്റെ ഭാഗമായാണോ വീണയുടെ തടി വീണ തന്നെ കാക്കട്ടെ എന്ന് പറയുന്നത്? അല്ല, വീണയുടെ തടി വീണ തന്നെ കാക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മാത്രമല്ലേ അങ്ങനെ വന്നത്. അതിനു മുമ്പ് ഇതേ പാർട്ടി തന്നെയല്ലേ വീണ വിശദീകരിക്കാത്ത ഘട്ടത്തിലും വിശദീകരിച്ചതാരാ?
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന് പറഞ്ഞ് അത് പാർട്ടിയുടെ തലയിലേക്ക് എടുത്തു വെച്ചത് എന്ന വസ്തുതയും സാഹചര്യവും നമ്മൾ മറക്കരുത്. പാർട്ടി മെമ്പറായിരുന്ന ബിനീഷ് കൊടിയേരി കേസിൽപ്പെട്ടപ്പോൾ കൊടുക്കാത്ത ഒരു സംരക്ഷണവും സഖാക്കൾ യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ മകൾക്ക് നൽകേണ്ടതില്ലായിരുന്നു. ഒരു ഘട്ടത്തിലും കാര്യങ്ങളെ ഏറ്റവും വഷളാക്കിയത് അവസാന ഘട്ടത്തിലെ ED റെയ്ഡല്ലേ. ആ ED റെയ്ഡിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ തന്നെ നൽകിയ മറുപടി എന്താണ്? എന്നോട് അവരൊന്നും ചോദിച്ചില്ല, വീണയോട് എന്തൊക്കെയോ ചോദിച്ചു എന്ന്. അതോടുകൂടി CPM അവിടെ നടത്തിയ അക്രമപരമായ പ്രതിരോധത്തിന് ബലമില്ലാതായിപ്പോയി. ജനങ്ങൾക്ക് മുന്നിൽ ഒന്നും ഇനി പറയാൻ കഴിയില്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴുള്ള ഒരു പിൻവാങ്ങൽ മാത്രമാണ്, തെരുവിൽ നിന്നുള്ള പിന്മാറ്റം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ മുൻ മുഖ്യമന്ത്രിയുടെയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ആയ പിണറായി വിജയൻ്റെ മകൾക്കെതിരായ ED അന്വേഷണത്തിൻ്റെ ഭാഗമായി പിണറായി വിജയൻ കൂടി താമസിക്കുന്ന വീട്ടിൽ ED പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയതിനെ തുടർന്നുണ്ടായ കേസിൽ അകത്തുപോയ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? ഈ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടായിരിക്കില്ലേ അവർ ആ വീടിന് മുന്നിലേക്ക് സംഘടിച്ചെത്തിയത്, അവരവിടെ അക്രമം നടത്തിയത്, EDയുടെ വണ്ടിക്ക് നേരെ ചീമൊട്ട എറിയാൻ പോയത്, EDയുടെ വാഹനത്തിൻ്റെ ചില്ല് തല്ലി തകർത്തത്. ഇതിൽ പല മനുഷ്യരും ഒരു നേരത്തെ കൂലിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ആ കൂലി കിട്ടിയിട്ട് വേണം അവരുടെ വീട് പുകയാൻ എന്നുള്ള അവസ്ഥ കൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാർട്ടി വികാരം പറഞ്ഞ് ഇനിയെങ്കിലും ആളെ ഇളക്കി വിടേണ്ടതില്ല വീണാട്ടിയുടെ കാര്യത്തിൽ എന്ന തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും കാലം ഒരു കാലത്തും പൊറുക്കില്ല. കാരണം ഇത് വീണ വിജയൻ്റെ സ്വകാര്യ സ്ഥാപനമായ എക്സാലോജിക്കിൻ്റെ പണമിടപാടിനെ കുറിച്ചുള്ള അന്വേഷണമാണ് എന്നാണ് ഇതുവരെ നിൽക്കുന്നത്. പിണറായി വിജയൻ തന്നെ പറയുന്നു തന്നോട് ED ഒന്നും ചോദിച്ചിട്ടില്ല എന്ന്. പിണറായി വിജയനോട് ഈ വിഷയം ED ചോദിക്കുന്നത് വരെയെങ്കിലും പ്രതിരോധിക്കേണ്ട ചുമതല CPMനില്ല. പക്ഷേ ഈ പ്രതിരോധം ആദ്യം തന്നെ CPM എടുത്തു വെച്ചതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അത് തിരിച്ചറിഞ്ഞോ എന്ന കാര്യം ചോദിച്ചാൽ ആദ്യഘട്ടത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് മുന്നിൽ EDക്ക് നേരെ അതിക്രമ സമരത്തിന് ഇറങ്ങിപ്പെട്ടത്. അവിടെ നിയമപരമായ വഴികളിലൂടെ പോകാമായിരുന്നു, വീണയ്ക്കും പോകാമായിരുന്നു, മുന്നോട്ട് പോകാമായിരുന്നു. CMRL പോയില്ലേ? CMRL തങ്ങൾക്കെതിരായ അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി. സമാനമായ എല്ലാ സാധ്യതകളും വീണാട്ടിയുടെ കാര്യത്തിലും ഉണ്ടായിരുന്നു. അത്തരം സാധ്യതകൾ ഉപയോഗിക്കാതെ പാർട്ടി മിഷണറിയെ രംഗത്തിറക്കി. ഈ ഇറക്കിയത് തിരിച്ചടിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നുള്ള ഒരു പിന്മാറ്റം താൽക്കാലികമായി എങ്കിലും നടത്തുന്നെങ്കിൽ അത് നല്ലതാണ് എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഇതിനകത്ത് ഇപ്പോഴും വിശദീകരണം നൽകിയിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. കഴിഞ്ഞ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലം മുതൽ ഉയർന്നു വന്ന ഏതെങ്കിലും സംശയങ്ങൾക്ക് വീണാട്ടി മറുപടി നൽകിയിട്ടുണ്ടോ? അങ്ങനെ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ആ ഘട്ടത്തിൽ തന്നെ അവർക്കുണ്ടായിരുന്നു. കാരണം അവർ സാധാരണ ഒരു സംരംഭക ആയിരുന്നില്ല, അവർ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകളായിരുന്നു. ആ ഘട്ടത്തിൽ സംശയം എങ്ങോട്ടാണ്? സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ കൂടി നീണ്ട ഘട്ടത്തിൽ അവർ അക്കാര്യത്തിൽ ആവശ്യമായ വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇവർക്കായി രംഗത്തിറക്കിയ പാർട്ടി ഇപ്പോൾ കൈ കഴുകിയാൽ ഒന്നും ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പാർട്ടി നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്തിന് അന്ന് സംരക്ഷണത്തിൻ്റെ കവചമൊരുക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയണം. ജനം തള്ളിപ്പറയുകയും ജനം പുറങ്കാലുകൊണ്ട് അടിക്കുകയും ചെയ്യുമ്പോൾ മാത്രമുള്ള പിന്മാറ്റമായ കാര്യമുണ്ട്. അന്ന് എന്തുകൊണ്ട് പിന്തുണച്ചു ചോദിച്ചാൽ അന്ന് പിണറായി വിജയൻ സമഗ്രാധികാരിയായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. പാർട്ടിയും സർക്കാരിനെ എല്ലാം അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മകൾക്കും ഒരു പ്രശ്നം വന്നാൽ പാർട്ടി മൊത്തം ഇറങ്ങി നിൽക്കും. ഇന്ന് പിണറായി വിജയൻ ദുർബലനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം തോറ്റുപോയ ഒരു മുന്നണിയുടെ അധിപനാണ്. ഇനിയും നമുക്ക് ചില കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്ന സന്ദർഭത്തിലേക്ക് അവർ പ്രവേശിച്ചു. ഒരു തവണ കൂടി പിണറായി വിജയൻ ജയിച്ചു എന്ന് വിചാരിക്കുക, ഇപ്പോഴും പാർട്ടി ഇറങ്ങിയെന്ന് തന്നെ. അല്ല, അത് ഇറങ്ങി നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതും പാർട്ടിയുടെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അടവ് നയം മാത്രമായ ഇപ്പോഴത്തെ സമീപനത്തെ പോലും കാണാൻ കഴിയും. കാരണം തോറ്റതിന് ശേഷമാണ് തെരുവിൽ തല്ലുന്ന സാഹചര്യം ഉണ്ടാക്കുകയും അണികളെ ജയിലിലേക്ക് അയക്കുന്നത്. വീണാട്ടിക്ക് വേണ്ടിയാണ് ജയിലിലേക്ക് അയച്ചത്, അല്ലാതെ പിണറായി വിജയന് വേണ്ടിയോ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തെയോ പ്രതിരോധിക്കാൻ വേണ്ടിയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ പിണറായി വിജയൻ വന്നിട്ട് പറയണമായിരുന്നു കഴിഞ്ഞ ചോദ്യത്തിന് അത് എനിക്കെതിരെയോ നീങ്ങുന്ന സാഹചര്യമുണ്ട്, അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് പാർട്ടി പ്രതിരോധിച്ചത് എന്ന് പറയണമായിരുന്നു. അത് പറഞ്ഞില്ല. എന്നോട് ഇ ഡി ഒന്നും ചോദിച്ചില്ല, വീണാട്ടിയോടാണ് ചോദിച്ചതെന്നാണ് പിണറായി വിജയൻ തന്നെ കൈകഴുകിയല്ല യഥാർത്ഥത്തിൽ ചെയ്തത്. അജിം സെയ്ദ് തിരിച്ചറിവാണോ എന്ന് വൃത്തികേട്. ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? സാജു പറയുന്നതിൽ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നത്, ആർക്കെതിരെയാണ് CPM പ്രവർത്തകർ സമരം ചെയ്തതെന്നുള്ളതാണ് പ്രധാനം. അത് ഇ ഡിക്കെതിരെയാണ്. ഇ ഡിക്കെതിരെ ഇന്ത്യയിൽ എവിടെയും ഒരു ജനകീയ പ്രതിഷേധം ഉണ്ടായാൽ അതിനെ പിന്തുണയ്ക്കാണ് ജനാധിപത്യവാദികൾ വേണ്ടത് എന്ന നിലപാടാണ് എനിക്കുള്ളത്. അതിൻ്റെ ബാക്കി കാരണങ്ങൾ വിടുക. അപ്പോൾ വീണാട്ടി കാശ് വാങ്ങി, ഓക്കെ, കർത്ത വീണാട്ടിക്ക് മാത്രമാണ് കാശ് കൊടുത്തത്. RCയുടെ പേരുണ്ട്, KKയുടെ പേരുണ്ട്, ഇവർക്കൊക്കെ കാശ് കൊടുത്തത് എന്തിനാണ്? അത് പാർട്ടി സംഭാവനയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വീണാട്ടി കാശ് വാങ്ങിയത് എന്തിനാണെന്നുള്ള ചോദ്യം യഥാർത്ഥത്തിൽ വരേണ്ടത് പൊതുസമൂഹത്തിലല്ല, പാർട്ടിക്കകത്താണ്. എന്തിനാണ് വീണാട്ടി ചെയ്യാത്ത സേവനത്തിന് കാശ് വാങ്ങിയത്? അത് മുഖ്യമന്ത്രി സ്വന്തം പിതാവായതുകൊണ്ട് വാങ്ങിയതാണോ? അവിടെ വീണ്ടും കുറേ ഉപചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും PT തോമസ് ഈ വീണാട്ടിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അലിഗേഷൻ ആദ്യം ഉയർത്തുമ്പോൾ അവരുടെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ വെബ്സൈറ്റ് അപ്രത്യക്ഷമാകുമ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ആർക്കൈവിൽ പോയി നോക്കിയാൽ, അന്നത്തെ ആർക്കൈവിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാം, അതിൽ ആ സ്ഥാപനത്തിൻ്റെ മെൻറ്റർമാരുടെ ലിസ്റ്റിൽ ഒരു പേരുണ്ട്. അത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെ ഏഷ്യ ഡയറക്ടറുടെ പേരാണ്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് CPM ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയത് കൊണ്ട് അവർക്ക് കരാറുകൾ നൽകരുത്, കൺസൾട്ടൻസി കരാറുകൾ നൽകരുത് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് പിണറായി വിജയൻ സർക്കാരിൽ എത്ര കൺസൾട്ടൻസി കരാറുകൾ ടെൻഡർ ഇല്ലാതെ ലഭിച്ചിട്ടുണ്ട്? അപ്പോൾ വീണാട്ടിയുടെ മെൻറ്ററായിട്ടുള്ള PwCയുടെ ആളും വീണാട്ടിയും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധമുള്ളപ്പോൾ PwCക്ക് അവിഹിതമായി കൺസൾട്ടൻസി കരാറുകൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് നടന്നിട്ടുള്ള അഴിമതി പാർട്ടിയെ മുൻനിർത്തി, ആ പാർട്ടി നയിക്കുന്ന സർക്കാരിനെ മുൻനിർത്തി നടത്തിയ അഴിമതിയാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് വീണാട്ടി മാത്രമല്ല അതിന് ഉത്തരം പറയേണ്ടത്, പിണറായി വിജയൻ കൂടി പാർട്ടിക്കകത്ത് ഉത്തരം പറയേണ്ടതാണ്. അത്രയും ഗൗരവമുള്ളൊരു സംഭവമാണത്. അല്ലാതെ കർത്തായുടെ എന്ന് കുറച്ച് കാശ് വാങ്ങി, 1.25 കോടി വാങ്ങി എന്നൊക്കെ പറയുന്നതല്ല അതിലെ പ്രശ്നം. അതിലെ പ്രശ്നം പാർട്ടിയെ പണയം വെച്ചുകൊണ്ട് നടത്തിയ അഴിമതിയാണോ അത് എന്നുള്ള ചോദ്യം പിണറായി വിജയനോട് പാർട്ടിക്കകത്ത് ഉയരണം. ഇപ്പോൾ മറ്റ് നടത്തിയിട്ടുള്ളത് കമ്പനിയുടെ കാശെടുത്ത് ധാരാളമായി സംഭാവന കൊടുത്തു, പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നു, അഴിമതി ചെയ്യുന്നു, പണം കൊടുക്കുന്നു. അതിന് പിന്നിൽ മറ്റൊരു കാര്യമാണ്. നമ്മൾ ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശങ്ങൾ അതിൽ മറന്നുപോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗമായ ഒരാളുടെ മകൾക്ക് ആ കമ്പനി പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാഭം അയാൾ എടുക്കുന്നത് ആറാട്ടുപുഴ തീരത്തായിരുന്നു. ആറാട്ടുപുഴയിൽ ഒരു ഗ്രാമം അങ്ങനെ തന്നെ കടലെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ അവിടെ മാത്രമല്ല, തോട്ടപ്പള്ളിയിൽ ഉൾപ്പെടെ കരിമണൽ ഖനനത്തിനായ സമരരംഗത്തുണ്ട്. അവരെ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഒരഴിമതിയും കേവലമായ അഴിമതിയല്ല, ആ അഴിമതിന് പിന്നിൽ നശിച്ചു പോകുന്ന, ഒടുങ്ങിപ്പോകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അത് ചോദ്യം ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ബാധ്യതയാണ്, കമ്മ്യൂണിസ്റ്റ് ധാർമ്മികതയാണ്. ഇത് അതാണ് പ്രധാനപ്പെട്ട സംഗതി. എന്താണെന്നറിയോ, ഈ കേസിൽ ഇപ്പോൾ വീണ കുടുങ്ങി ജയിലിൽ പോകുമെന്ന് വിചാരിക്കാൻ സാധാരണ നിലയ്ക്ക് നിവൃത്തിയില്ല. അവർക്കിടയിൽ ഒരു കോൺട്രാക്ട് ഉണ്ട്, നിയമപരമായിട്ടാണ് പൈസ കൈമാറിയിട്ടുള്ളത്. AMC ഉണ്ടെങ്കിൽ തന്നെ ഞാനും സേഫും തമ്മിലൊരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് നിങ്ങൾക്ക് കിട്ടിക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്തോണം. കിട്ടിയിട്ടില്ലെങ്കിലും ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് ഈടാക്കാത്തതിന് CMRനെതിരെ കമ്പനി നടപടി സ്വീകരിക്കുക, അല്ലാതെ വീണയ്ക്കെതിരെ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് മീഡിയയിൽ നമ്മൾ ആരിലായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സർവീസ് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ സർവീസ് കിട്ടിയെന്ന് വരില്ല. തകരാറ് സംഭവിച്ചില്ലെങ്കിൽ സർവീസിന്റെ ആവശ്യം വരില്ല. നമ്മൾ ഇൻഷുറൻസ് എടുക്കില്ലേ, മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ നിങ്ങൾ പൈസ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കണം, കിട്ടിയില്ലെന്ന് വരാം. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വത്തിൽ അവർക്ക് അതുകൊണ്ട് തന്നെ അത് കോടതിയിൽ കൊണ്ടുപോയി ഇത് മൊത്തം കൈക്കൂലിയാണെന്ന് തെളിയിക്കാനോ അവരെ അകത്തിടാനും പറ്റില്ല. പിന്നെ ED ആണ്, അമിതാധികാര പ്രയോഗത്തിൻ്റെ ആശാന്മാരാണ്. അവർക്ക് വേണമെങ്കിൽ ഇവരെ പിടിച്ച് അകത്തിടുകയും അവർ വേണമെങ്കിൽ കുറച്ചു കാലം ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അത് മുഖ്യമന്ത്രിയെ തന്നെ അകത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള അടിസ്ഥാനപരമായ പ്രശ്നം പാർട്ടി ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിച്ച ഒരു സംഗതിയാണ്. സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മകൾ അന്യായമായി, മുഖ്യമന്ത്രിയുടെ മകൾ പൈസ ഉണ്ടാക്കിയോ, അതിൻ്റെ കാര്യം എന്താണ് എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആ പാർട്ടിക്ക് പറ്റുമല്ലോ. ആ പാർട്ടി എന്തെല്ലാം ഉപസമിതികൾ ഉണ്ടാക്കി ഏതെല്ലാം കേസുകൾ അന്വേഷിച്ചിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്കകത്ത് നമ്മുടെ ഭരണകാലത്ത്, ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരുത്തലിൻ്റെ ഭാഗമായി ആ പാർട്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതും പരിശോധിക്കേണ്ടതുമായ പ്രധാന സംഗതി ആരൊക്കെയാണ് പൈസ ഉണ്ടാക്കിയത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ പാർട്ടി തകർന്നതിന് പ്രധാനപ്പെട്ട കാരണം ലോക്കൽ ലീഡേഴ്സ് അടക്കം വൻതോതിൽ പൈസ വാങ്ങിയായിരുന്നു. ഈ CPMന്റെ ഭരണകാലത്തുകൊണ്ട് പ്രാദേശിക നേതാക്കന്മാർ പൈസ വാങ്ങിച്ചു, കോൺട്രാക്ടർമാരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു, അവരൊക്കെ ധനാഢ്യരായി മാറുന്നുള്ള ആക്ഷേപം പല സ്ഥലത്തു നിന്നും ലോക്കലി നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും നമ്മൾ ഭരണ പാർട്ടിയുടെ ആളുകളായി മാറി എന്നുള്ള വിചാരമാണ് അടിയിൽ ജനബന്ധം തകർത്തുകളെയും തോൽപ്പിക്കുകയും ചെയ്ത കാര്യം. സോ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏറ്റവും മുകളിലുള്ള ആൾക്കാർ വരെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വരെ അന്യായമായി പണം ഉണ്ടാക്കിയോ, അഴിമതിക്ക് വശംബദ്ധരായോ എന്ന കാര്യം സീരിയസ്ലി അവർ ഡിസക്ട് ചെയ്ത് പരിശോധിക്കേണ്ട ഒരു സന്ദർഭമാണിത്. അല്ലാതെ ചുമ്മാ ഞങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശനിൽ ഞങ്ങൾ പറഞ്ഞു പോയ അഭിപ്രായം പാളിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന വായിച്ചത് തെറ്റിപ്പോയി എന്നതല്ല. സാമ്പത്തിക അഴിമതി സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതടക്കം പരിശോധിച്ചുകൊണ്ട് വേണം CPM ഒരു പ്രോസസ്സിലേക്ക് പ്രവേശിക്കാൻ എന്നാണ് ഞാൻ പറയുക. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകളും ആ പരിശോധനയുടെ ഭാഗമാകേണ്ടതുണ്ട്.
CPM ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ഈ പറയുന്നതിന്റെ പേരിൽ നമ്മൾ തെറി വിളിക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. കാരണം പാർട്ടി അനുവദിച്ച കാര്യമാണ്. നമ്മളോട് ഉൾപ്പെടെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞോളാം. എല്ലാവരും പുതുവഴികൾ എന്ന് പറയുന്ന ഈ അഭിപ്രായങ്ങളെല്ലാം പുതുവഴികൾ എന്ന് പറയുന്ന അവരുടെ പരിശോധനയുടെ ഭാഗമായിട്ട് പറയുന്നതായിട്ട് കണക്കാക്കണം, അതിനകത്ത് രേഖപ്പെടുത്തണം. അല്ലാതെ കേവല മാധ്യമ വിമർശനമായി എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പക്ഷേ പോളിറ്റ് ബ്യൂറോ അംഗമായി ഇപ്പോഴും തുടരുന്ന പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവായി തുടരുന്ന പിണറായി വിജയൻ എൻ്റെ കാര്യത്തിൽ ഇതുപോലൊരു അന്വേഷണം പാർട്ടി നടത്തുമെന്ന് ആത്മാർത്ഥമായി നിഷാദ് വിശ്വസിക്കുന്നുണ്ട്. അല്ല, നടത്താനൊക്കെ ആ പാർട്ടിക്ക് പ്രയാസം കാണും. പക്ഷെ നടത്തിയിട്ടില്ല എങ്കിൽ പാർട്ടി തിരിച്ചു വരണ്ടേ? ചെറിയ കുഴപ്പത്തിലല്ല കിടക്കുന്നത്. നരേന്ദ്രമോദി ഭരിക്കുകയും രണ്ടാമത് ഒരു ശത്രു വേറെ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്ന സന്ദർഭമാണ്. പണ്ടൊക്കെയാണ് വിചാരിക്കായിരുന്നു നമ്മളൊന്നും പ്രത്യേകമായിട്ട് ചെയ്യേണ്ട, 5 വർഷം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വന്നോളൂ, 4-ാം വർഷത്തിൽ ഒരു സമര പരമ്പര നടത്തിയാൽ മതി, അതുവഴി ഇങ്ങനെ വന്നോളൂ എന്നാണ്. ആ കാലമൊക്കെ പോയി. വേറെ 3 പേര് വന്നിരുന്ന് എന്തൊക്കെയോ പറയുന്ന ഒരു നിയമസഭ രൂപപ്പെട്ട് വന്നിരിക്കുന്നു. അത് 3:30 പ്രയത്നം അവർ നടത്തിക്കൊണ്ടിരിക്കെ ചെറിയ പണിയൊന്നും എടുത്താൽ പോരില്ല. CPM എന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അത് മതനിരപേക്ഷമാണ്, അഴിമതിരഹിതമാണെന്നൊക്കെ പറഞ്ഞാൽ അവരെപ്പോഴും ഉദ്ഘോഷിക്കുന്ന സംഗതിയാണല്ലോ. അത് തിരിച്ചെടുത്ത് പുനഃസ്ഥാപിച്ചിട്ടില്ല എങ്കിൽ, അതെടുക്കാൻ പണിയെടുത്തിട്ടില്ല എങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വരും. അതിനെ കുറേയൊക്കെ സഹിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ തെറ്റുതിരുത്തലിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്വയം തിരിച്ചറിവിന്റെ ഭാഗമായിട്ടോ അല്ല വീണയുടെ തടി വീണ കാക്കട്ടെ എന്ന ഒരു സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ CPM എത്തിയത് എന്ന വിലയിരുത്തലാണ്. നിവൃത്തികേടിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കും. അല്ല എങ്കിൽ ഒരു സീരിയസ് ആയ പരിശോധന പാർട്ടിക്കകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായേനെ. അങ്ങനെ ഉണ്ടായതിന്റെ ലക്ഷണങ്ങളോ സൂചനകളോ ഒന്നും കാണുന്നില്ല. ഇടവേള